ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത് യേശുനാഥൻ ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ്. തൻ്റെ 12 ശിഷ്യന്മാരോട് തൻ്റെ മരണത്തെക്കുറിച്ച് അവിടുന്ന് പ്രവചനം നടത്തുകയാണ്. ആ സമയത്ത് സെബെദീപുത്രന്മാരുടെ മാതാവ് യേശുനാഥനോട് തൻ്റെ മക്കൾക്ക് അങ്ങ് മഹത്വത്തിലായിരിക്കുമ്പോൾ അവർക്ക് സിംഹാസനങ്ങൾ നൽകണമെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശുനാഥൻ, നിങ്ങൾ ശുശ്രൂഷകരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ അധികാരം കാണിക്കുന്ന അധികാരികളാകാൻ വിളിക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ് അവർക്കൊരു പ്രത്യേക പാഠം നൽകുകയാണ്. അപ്പോൾ ഈ സുവിശേഷം വളരെ വൈകാരികമായ ഒരു സുവിശേഷ ഭാഗമാണ്. യേശുനാഥൻ ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ് എന്ന സൂചന തന്നെ അവിടുത്തെ മരണത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം ജെറൂസലേം അവിടുന്ന് മരിക്കേണ്ട ഇടമാണ്. അപ്പോൾ ആ ഒരു ഇടത്തിലേക്കുള്ള യാത്രയിൽ തൻ്റെ 12 ശിഷ്യന്മാരെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടിരുന്ന, കാരണം അവൻ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു എന്നാണ്, അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ 12 പേരെയും കൂട്ടിക്കൊണ്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവരും യേശുനാഥനോടൊപ്പം ആ യാത്രയിലാണ്. പക്ഷേ ഇവിടെ യേശുനാഥൻ പോകുന്നത് മരിക്കാനാണ്, ഈ ലോകത്തിന് വേണ്ടി മരണം വരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. പക്ഷേ യേശുനാഥനോടൊപ്പം പോകുന്ന ശിഷ്യന്മാരുടെ മനസ്സിൽ ഈ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനല്ല, മറിച്ച് മഹത്വവും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സെബെദീപുത്രന്മാരുടെ അമ്മ വന്ന് യേശുനാഥനോട് ചോദിക്കുന്നതാണ്, എൻ്റെ മക്കൾക്ക് നീ മഹത്വത്തിലായിരിക്കുമ്പോൾ ഇടതും വലതും ഇരിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്നാണ്. ഈ ഇടതും വലതും എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രാജാവിൻ്റെ ഇടതും വലതും ഇരിക്കുന്നത് വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന മന്ത്രിമാരാണ്. അപ്പം അങ്ങനെ സ്ഥാനമാനങ്ങൾ നൽകണമെന്നാണ്. അപ്പം യേശുനാഥനോടൊപ്പമുള്ള യാത്രയിൽ ശിഷ്യന്മാരുടെ മനസ്സിൽ സ്ഥാനമാനങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് അത് തിരുത്തുന്നുണ്ട്. അവിടുന്ന് സ്നേഹത്തോടെ നിങ്ങൾ വിനയപൂർവ്വം എളിമയോടെ ഒക്കെ ഇരിക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് ഈ തപസ്സുകാലത്തിൽ യേശുനാഥൻ നമ്മോട് സംസാരിക്കുന്നത് തന്നെയാണ്. നമ്മളും യാത്രയിലാണ്. ഈ തൻ്റെ 12 ശിഷ്യന്മാരെന്ന പോലെ തൻ്റെ മക്കളാണ്, തൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. യേശുനാഥൻ്റെ വേണ്ടപ്പെട്ട ശിഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അവനോടൊപ്പം യാത്രയിലാണ്. അവൻ സഞ്ചരിച്ച വഴിയെ ഈ തപസ്സുകാലത്ത് നമ്മൾ സഞ്ചരിക്കുകയാണ്, സഹനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും. അപ്പോൾ ഈ യാത്ര നമ്മൾ തുടരുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത? നമ്മളും ഈ യാത്ര തുടരുന്നത് അവനിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ നേടാനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ, അതോ അവനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ? യേശുനാഥൻ ജെറുസലേമിലേക്ക് പോയത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, മരണം ഭരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഈ യാത്രയിലെ എന്താണ് ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഈ യാത്രയിലെ എൻ്റെ ചിന്ത എന്താണ്? ഈ ഒരു ചോദ്യമാണ് എന്നിൽ അവശേഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്ത എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കാണോ? അതെല്ലാം ഉപേക്ഷിച്ച് യേശുനാഥനെ പോലെ സ്നേഹത്തോടെ ഈ യാത്ര തുടരണം. ഈ യാത്ര വിനയത്തിൻ്റെ യാത്രയായി തീരണം. ഈ യാത്ര ശുശ്രൂഷയുടെ യാത്രയായി തീരണം. അപ്പോൾ ഈ ശുശ്രൂഷ ഞാൻ നൽകേണ്ടത് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കാണ്. അവരെ സ്നേഹിക്കാനും അവർക്ക് ശുശ്രൂഷ നൽകിക്കൊണ്ട് ഈ യാത്ര പൂർത്തീകരിക്കാൻ എനിക്ക് ചെയ്യണം. അതല്ലാതെ എൻ്റെ മനസ്സിൽ അഹങ്കാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ചിന്തയാണെങ്കിൽ ഈ യാത്ര നല്ലതല്ല എന്നുള്ള ഓർമ്മ യേശുനാഥൻ നൽകണം. അപ്പോൾ ഈ തപസ്സുകാലത്തിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് യേശുനാഥനോട് പ്രാർത്ഥിക്കാം, എൻ്റെ ചിന്ത നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതല്ല എങ്കിൽ അതൊക്കെ മാറി നിന്നെപ്പോലെ സ്നേഹത്തോടെ ഈ യാത്ര പൂർത്തീകരിക്കാൻ, സഹനങ്ങളും വേദനകളും ഒക്കെ നിൻ്റെ കുരിശോടുകൂടെ ചേർത്ത് വെച്ച് ഈ യാത്ര പൂർത്തീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.